പ്രണവവേദം എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് പ്രണവവേദം എന്താണെന്നുള്ള യഥാർത്ഥത്തിൽ കേൾക്കുന്നത്. കേൾക്കുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന് ആള് പറഞ്ഞു. പക്ഷെ നമ്മളുടെ ജനങ്ങൾ ഇതെങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളുമോ, അംഗീകരിക്കുമോ? ഇപ്പൊ പ്രണവവേദത്തിലേക്ക് വരുമ്പോ അപ്പോൾ മാത്രമാണ് നമ്മളുടെ ദേവസങ്കല്പങ്ങൾ എന്താണെന്നും വേദത്തെ ഡീകോഡ് ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോ ഒരുപാട് സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം കൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്ക് അഷ്ടദിക്പാലകരിലെ പ്രണവവേദ പറയുന്ന അഷ്ടദിക്പാലകരുടെ ആ ഒരു ഇതിലേക്ക് നമുക്ക് വരാം. സന്തോഷി, ഈ നമ്മളിപ്പോ അഷ്ടദിക്പാലകര് ആരൊക്കെയാണെന്ന് ചോദിച്ചു. എല്ലാവരുടെയും പേര് പറഞ്ഞു, പരിചയപ്പെടുത്തി. ഇന്ദ്രന്റെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ആദ്യം തുടങ്ങി വെച്ചത്. അപ്പൊ അത് ഇന്ദ്രാണി, ഇങ്ങനെയുള്ള ഇന്ദ്രൻ എവിടെ സ്ഥിതി ചെയ്യുന്നു, ജനനം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പൂർണ്ണവുമല്ല പറഞ്ഞിരിക്കുന്നത്, അത്രയും പറയാനുണ്ട്. അല്ല, അത് അങ്ങനെ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ സന്തോഷി അഷ്ടദിക്പാലകരുടെ എല്ലാവരെയും പരിചയപ്പെടുത്തി എല്ലാവരുടെ വിശേഷണങ്ങളെ കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കി വരുമ്പോഴേ ഇന്ദ്രന്റെ കാര്യത്തിലും പൂർണ്ണതയാവുള്ളല്ലോ. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഒരു പീഠത്തെ കുറിച്ച് സംസാരിച്ചു, ഇന്ദ്രപീഠത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ. നമ്മള് ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞത് ഇന്ദ്രാണി ആരാണെന്നുള്ളതിനെ കുറിച്ചും കൂടെ അങ്ങൊന്ന് പറയാമോ? അതെ. അപ്പോ ഇന്ദ്രനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് അഗ്നിയിലേക്ക്, അതായത് അഗ്നിദേവനിലേക്ക് പോകാം, അഗ്നികോണിലേക്ക് പോകാം, അഗ്നികോണിന്റെ പീഠത്തിലേക്ക് പോകാം. ഇന്ദ്രന്റെ പ്രസ്ഥം അത് ഇന്ദ്രപ്രസ്ഥമാണ്. ഇന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നാണ് അതിനർത്ഥം. പക്ഷെ ഇന്ദ്രനെ ഈ ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മുടെ അമരാവതിയിലാണ് ഇന്ദ്രപീഠം. കിഴക്ക് ദിക്കിന്റെ അധിപനാണ്. ഇന്ദ്രന്റെ പേരിലാണ് ഈ രാഷ്ട്രം അറിയപ്പെടുന്നത്. അത് ഇന്ദ്രനീലക്കല്ല് പോലെ ഭാരതത്തിന് പതിച്ചു കിട്ടിയ ഒരു സ്ഥാന മുദ്രയാണ്, ഒരു അംഗീകാരമാണ്, ഒരു പദവിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ പദവിയുടെ നാമമാണ് ഇന്ദ്രനീലക്കല്ല് പോലെ വിലയുള്ള അത്രയും വലിയ പദവിയുടെ പേരാണ് ഇന്ത്യ. ഇന്ദ്രന്റെ പീഠം എന്ന് പറയുന്നത് അമരാവതിയാണ്. ഇന്ദ്രന്റെ ആന എന്ന് പറയുന്ന ഐരാവതം ജനിച്ച നാട്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാടാണ്. ഇന്ദ്രന്റെ ആയുധം എന്ന് പറഞ്ഞാൽ അറിയാം, വജ്രായുധമാണ്, ഇടിമിന്നലാണ് ഇന്ദ്രന്റെ ആയുധം. സുധർമ്മ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ സഭ. സുധർമ്മമാണ്. ജയന്തൻ എന്നാണ് പുത്രന്റെ പേര്. എന്ന് വെച്ചാൽ ജയത്തിന് അന്തമില്ലാത്തവർ, ജയിച്ചുകൊണ്ടേയിരിക്കുന്നവരെല്ലാം ഇന്ദ്രന്റെ പുത്രഭാവത്തിലാണ്. വിജയ പരമ്പരയിലൂടെ മുന്നോട്ട് പോകുന്നവരെല്ലാം ഇന്ദ്രന്റെ പുത്രസ്ഥാനത്ത് വരും. ഇന്ദ്രിയങ്ങളുള്ളവർ. ഈ ഇന്ദ്രനെ കണ്ടുപിടിച്ചത് ആരാണെന്നറിയാം? ഈ ഇന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പേരാണ് വളരെ ആദരണീയനായിട്ടുള്ള നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ബൃഹസ്പതി. അതെ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഇന്ദ്രന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് അങ്ങ് ഇപ്പൊ പറഞ്ഞില്ലേ, ഇന്ദ്രാണി. ചാച്ചി എന്നും പേരുണ്ട്. അതായത് ജലമേഘമാണ്. കടലിലെ ജലം ഭഗീരഥ പ്രയത്നത്തിലൂടെ ഭഗീരഥിയായിട്ട് മുകളിലേക്ക് ഉയർന്നിട്ട് അത് ആകാശത്തിലെത്തി മന്ദാകിനിയാകും, ആകാശഗംഗയാകും. ആകാശഗംഗയിൽ നിന്നും അത് പർവ്വതങ്ങൾ ആകർഷിച്ച് ഗമിക്കുമ്പോൾ അത് ഇന്ദ്രാണിയാകും. ഈ പർവ്വതങ്ങളാണ് ഇന്ദ്രനെ അങ്ങോട്ട് അയക്കുന്നത്, ഇന്ദ്രാണിയെ കൂട്ടിക്കൊണ്ടുവരാൻ. വായുവിന്റെ സാന്ദ്രത കുറച്ച ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഇന്ദ്രന്റെ സഹായത്താൽ ഇന്ദ്രാണിയെ ഭൂഖണ്ഡങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് ഇന്ദ്രനാകുന്നു. ഇന്ദ്രാണി ഇന്ദ്രിയങ്ങൾക്ക് കാരണമാകുന്ന, ജീവനായി ജനിക്കുന്ന ജലമാകുന്നു. അപ്പൊ അതാണ് നമ്മള് ഏറ്റവും വലിയ ഒരു ശാസ്ത്ര കൗതുക രഹസ്യമായിട്ട് പറയാനുള്ളത്. ഇതെല്ലാം മക്കളും പഠിക്കണം. നമ്മളുടെ വേദം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇത്ര അത്ഭുതകരമായിട്ടുള്ള അറിവാണ് വേദം ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ദ്രന്റെ പൂങ്കാവ് എന്ന് പറഞ്ഞാൽ നന്ദനമാണ്. എല്ലാവർക്കും ഉത്സാഹത്തെ ജനിപ്പിക്കുന്ന, ആനന്ദത്തെ ജനിപ്പിക്കുന്ന നന്ദനം എന്ന് പറയുന്ന ഉദ്യാനമാണ് ഇന്ദ്രന്റെ പൂങ്കാവ്. നന്ദനം എല്ലാ വീട്ടിലും വേണം. നമ്മുടെ നന്ദന്മാർക്കും നമ്മുടെ
മുഴുവൻ ആളുകൾക്കും അവിടെ ആനന്ദത്തെ ജനിപ്പിക്കുവാനായിട്ട് എല്ലാ വീടുകളിലും ഉദ്യാനങ്ങൾ ഉണ്ടാവണം, ഉദ്യോഗത്തെ ജനിപ്പിക്കുവാനായിട്ട്. ഒന്നും കൂടി വ്യക്തമാക്കാം. ദക്ഷപ്രജാപതിയുടെ യാഗാഗ്നിയിൽ നിന്നും ഉയരുന്ന ആ ഭഗീരഥി, ആ ഭഗീരഥ പ്രയത്നത്തിലൂടെ ഉയരുന്ന ഭഗീരഥിയിൽ നിന്നിട്ട് ആകാശത്തിലേക്ക് ജലം ഉയർന്നു കഴിയുമ്പോൾ അത് മന്ദാകിനിയാകും, ആകാശഗംഗയാകും, മന്ദം ഗമിക്കാൻ തുടങ്ങും. ആ മന്ദാകിനിയിൽ നിന്നും ഈ പർവ്വതങ്ങളാൽ അത് ആകർഷിക്കപ്പെട്ട് ഇന്ദ്രഗുണത്താൽ, അതായത് സത്വഗുണമുള്ള വായുവിനാൽ അത് ഭൂമണ്ഡലത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ, ഇന്ദ്രനാൽ ഭൂഖണ്ഡങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ അതിന്റെ പേര് ഇന്ദ്രാണി എന്നാണ്. ഇന്ദ്രിയങ്ങൾക്ക് കാരണമാകയാൽ ഇന്ദ്രാണി. ഇന്ദ്രിയങ്ങളുള്ള ജീവലോകത്തെ ജനിപ്പിക്കുവാൻ കഴിവുള്ളവൾ ഇന്ദ്രാണി എന്ന് പറയുന്ന അവസ്ഥ. അതാണ് ഇന്ദ്രന്റെ ഭാര്യ, ശാചി എന്നും പേര്. എന്നാൽ ഈ ഇന്ദ്രന്റെ മാതാവ് ആരാന്നറിയോ? അതിഥിയാണ്. ക്ഷാരഗുണമുള്ള ജലമാണ് ദിതി. സമുദ്രജലം ലവണരസത്തോട് കൂടിയിട്ട് ഉപ്പ് കലർന്ന കടൽ ജലത്തെയാണ് ദിതി എന്ന് പറയുന്നത്. എന്നാൽ സൗരനാൽ ജനിക്കുന്ന ഭഗീരഥ പ്രയത്നത്തിലൂടെ ഉയരുന്ന ശുദ്ധജലത്തിന്റെ പേരാണ്, ക്ഷീരഗുണത്തിലേക്ക് എത്തുന്ന, വൈഷ്ണവ ശക്തിയാൽ ക്ഷീരഗുണത്തിലേക്ക് എത്തുന്ന ആ ജലത്തിന്റെ, ശുദ്ധജലത്തിന്റെ പേരാണ് അതിഥി. അതിഥിയുടെ പുത്രനാണ് നമ്മുടെ ഇന്ദ്രൻ. ഭാര്യ ഇന്ദ്രാണിയാണ്, മാതാവ് അതിഥിയാണ്. മാളിക എന്ന് പറഞ്ഞാൽ വൈജയന്തം എന്ന് പറയുന്നതാണ്. അങ്ങ് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം രഥം? അതെ, രഥത്തിൽ പോകുന്ന ആകാശത്തിൽ. വ്യോമയാനം, അതാണ് രഥത്തിന്റെ പേര്. വ്യോമയാനം എന്നാണ് ഇന്ദ്രന്റെ രഥത്തിന്റെ പേരല്ലേ? അപ്പൊ മനസ്സിലായോ? സത്വഗുണമുള്ള വായുവാണ് ഇന്ദ്രൻ. അപ്പൊ അവിടെയാണ് ഇന്ദ്രന്റെ പത്നി പദം അലങ്കരിക്കുന്ന ഇന്ദ്രാണി എത്തുന്നത്. ആ സമയത്താണ് ഇന്ദ്രൻ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ സത്വഗുണമുള്ള വായു ഈ ശൈവഖണ്ഡത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നത്. അതിഥിയുടെ പുത്രനാണ്. അതെ. ബൃഹസ്പതിയാണോ ഇത് കണ്ടെത്തിയ ആള്? അതെ, ബൃഹസ്പതിയെ കുറിച്ചും കൂടെ അങ്ങ് ഒന്ന് ചെറുതായിട്ടൊരു വിവരണം തന്നാ നന്നായിരുന്നേനെ. ബൃഹസ്പതിയെ കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. കാരണം നമ്മുടെ ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകളും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചൊക്കെ പറയേണ്ടി വരും, താരയെ കുറിച്ച്. അപ്പൊ ചന്ദ്രനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുകയും നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള താരയെ കുറിച്ച്, ബൃഹസ്പതിയുടെ ഭാര്യ ആയിരിക്കുന്ന താരയെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇന്ദ്രനെ കണ്ടെത്തിയ ആളെന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ വിവരണം എന്നാൽ അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലായത്. ബാക്കി പിന്നീട് വിശദീകരിച്ചാൽ മതി. അതായത് ബൃഹസ്പതിയെ കുറിച്ച് പറയുവാണെങ്കിൽ മോഹൻജി ദേവഗുരുവാണ്, അറിയാലോ? അറിയാം. അതുപോലെ തന്നെ അംഗിരസ് ആണ് ബൃഹസ്പതിയുടെ അച്ഛൻ. അംഗിരസ് ആരാന്നറിയോ? കേട്ടിട്ടുണ്ടെന്നുള്ള. ലോകത്തിലെ 7 പേർക്കാണ് സ്റ്റാർ പദവി കൊടുത്തേക്കുന്നത് ഭാരതം. അതെ. അത് മരീചി, അത്രി, അംഗിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്ന് പറയുന്ന ആ സപ്തർഷികൾക്കാണ്. എന്ന് വെച്ചാൽ ഗണിതശാസ്ത്രത്തിന്റെ, ജ്യോതിശാസ്ത്രത്തിന്റെ, നക്ഷത്രശാസ്ത്രത്തിന്റെ, വ്യോമ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ലോകത്തിന് സംഭാവന ചെയ്ത സൂര്യ തേജസ്വികളായിട്ടുള്ള ആ ഋഷീശ്വരന്മാർക്കാണ് നമ്മൾ നക്ഷത്ര പദവി കൊടുത്തിരിക്കുന്ന. സപ്തർഷി നക്ഷത്രക്കൂട്ടം എന്ന് പറയുന്ന പേരിൽ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന ആ സ്റ്റാറുകൾക്ക് നമ്മളുടെ ഈ ശാസ്ത്രജ്ഞന്മാരുടെ, നമ്മളുടെ ഈ ഋഷീശ്വരന്മാരുടെ പേര് കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് ഭാരതം. ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യർക്ക് സ്റ്റാർ പദവി കൊടുത്തിരിക്കുന്നത് ആ സപ്തർഷികളിലെ ഒരാളായിരിക്കുന്ന നമ്മളുടെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ അംഗിരസിന്റെ പുത്രനാണ് ബൃഹസ്പതി. അപ്പൊ അതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അംഗിരസിനെ കുറിച്ചും ബൃഹസ്പതിയെ കുറിച്ചും താരയെ കുറിച്ചും ഒക്കെ പറയാനാണെങ്കിൽ. അപ്പൊ നമ്മള് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. രസാണത് ആ സംഭവം. അപ്പൊ ഇതിനകത്ത് സാരഥി എന്ന് പറഞ്ഞാൽ മാലതി, വൃക്ഷം എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷം ദേവതാരം എന്ന് പറയുന്ന വൃക്ഷമാണ്. ദേവതാരം. മാളിക വൈജയന്തം എന്ന് പറയുന്നതാണ്. വില്ല് ശക്രധനു എന്ന് പറയുന്നതാണ്. മഴവില്ലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ദ്രധനുസ്. ശക്രധനു. ഈ സേനാനി ആരാന്നറിയോ? ഇന്ദ്രന്റെ മൗണ്ടുകളാണ്.
കുമാരന്മാരാണ്, പർവ്വത കുമാരന്മാരാണ്, സുബ്രഹ്മണ്യനാണ്. അവരാണ് സേനാനി, ദേവസേനാനിയാണ് സുബ്രഹ്മണ്യൻ. അത് നമ്മള് ഇപ്പൊ നമ്മുടെ കീർത്തനങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ടല്ലോ ദേവസേനാനിയാണ്. അതെ, ദേവരാജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ദേവസേനാനി, ആ ദേവരാജന്റെ സേനാനി ആയിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ ശിവതനയനാണ്. അതായത് ഭൂമിയാണ് ശിവനെങ്കിൽ, പരമശിവൻ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതമായിരിക്കുന്ന ഈ ഭൂമിയാണെങ്കിൽ, പരമാണുവിന്റെ ഏറ്റവും വലിയ രൂപമാണ് ഈ ശിവനെങ്കിൽ, ആ ശിവന്റെ ഉപരിതലത്തിൽ, ആ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭൂമി രൂപങ്ങളെ, മൗണ്ടുകളെ, കാവടി രൂപ പ്രതീകമായിരിക്കുന്ന മൗണ്ടുകളെയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. ആ സുബ്രഹ്മണ്യനാണ് ഇന്ദ്രന്റെ സേനാനി. കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ദ്രഗുണത്തെ ചേർത്ത് വെച്ച് ഇന്ദ്രധനുസിനെ കുലച്ച് മഴയെ പെയ്യിച്ച് ദേവലോകത്തെ പരിപാലിക്കുന്നവൻ ആരോ അവൻ, മാരിയെ കുമാരിയാക്കുന്നവൻ ആരോ അവൻ കുമാരൻ, അവൻ സുബ്രഹ്മണ്യൻ, അവൻ വെട്രിവേൽ വീരവേൽ. അവനാണ് മാരിയെ കുമാരിയാക്കുന്നത്. ദ്രവ്യത്തെ വളരെ പെട്ടെന്ന് ഈ സുബ്രഹ്മണ്യനിലേക്ക് എത്തി. അതെ, ഈ സുബ്രഹ്മണ്യൻ ദേവ സൈന്യത്തിന്റെ സൈന്യാധിപനാണല്ലോ. അതെ. അപ്പോ അത്ര രസകരമായിട്ടുള്ള ഒരു വേദവിശേഷമാണ് പ്രണവവേദം ലോകത്തിന് മുന്നിൽ വെക്കുന്നത്. വളരെ അത്ഭുതം തോന്നുന്നു. നമ്മൾ ആചരിക്കുന്ന, അനുഷ്ഠാനം നടത്തുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, പൂജിക്കുന്ന ആ ദൈവങ്ങളുടെ പേരുകളും ഇപ്പോ അങ്ങ് പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ള വിശ്വസനീയമായ തരത്തിലുള്ള, വിശ്വസിക്കാതിരിക്കാൻ തരമില്ലാത്ത, തർക്കത്തിന് സ്ഥാനമില്ലാതെയാണ് അങ്ങ് ഇന്ദ്രനെ കുറിച്ചും ഭൂമിയെ കുറിച്ചും സുബ്രഹ്മണ്യനെ കുറിച്ചും ഇന്ദ്രാണിയെ കുറിച്ചും ഗംഗയെ കുറിച്ചും പാർവതിയെ കുറിച്ചും ഒക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് ഒരു പ്രത്യേക, നമ്മൾ ഇന്ന് വരെ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ നിറച്ചു വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണെങ്കിലും ആ സംവിധാനം മുഴുവൻ അതല്ല, മറ്റൊരു തലത്തിലാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഈ പ്രണവവേദയിലൂടെ എനിക്ക് മനസ്സിലായി വരുന്നത്. നമ്മൾ കണ്ട തലങ്ങളിൽ കൂടിയല്ല, കേട്ട മനസ്സിലാക്കിയ തലങ്ങളിൽ കൂടിയല്ല, പുതിയതായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സത്യം എന്താണെന്ന്. ശാസ്ത്രീയ അടിത്തറയോടുകൂടി നമ്മുടെ ദേവസങ്കല്പങ്ങളെ മുഴുവനും അങ്ങ് കൃത്യമായി തൊട്ട് കാണിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള അന്വേഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷം ഇത് കേൾക്കുമ്പോ. ഇപ്പം ഇന്ദ്രനെ കുറിച്ച്, അഷ്ടദിക്പാലകരെ കുറിച്ച് പറഞ്ഞ് ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി, ഇന്ദ്രാണി ആരാണെന്നും എല്ലാം പറഞ്ഞു വന്നിട്ട് ഇന്ദ്രന്റെ സേനാധിപനായിട്ടുള്ള, സേനാനിയായിട്ടുള്ള ഈ സുബ്രഹ്മണ്യനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പ്രകൃതിയിലെ ഭൂമിയും വായുവും ആകാശവും എല്ലാം ബന്ധിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെന്നും അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങളെന്നും ഇത് ശാസ്ത്രീയമായ അടിത്തറയിൽ ോടുകൂടി തന്നെ പ്രണവവേദയിലൂടെ അങ്ങിത് വർണ്ണിക്കുമ്പോ പുതിയൊരു ലോകത്ത് നിൽക്കുന്ന പോലെ തോന്നുക. എങ്ങനെ ഇതെല്ലാം വർണ്ണിച്ചു കേൾക്കുമ്പോഴേ പുതിയൊരു ലോകത്തിൽ എത്തി നിൽക്കുന്ന പോലെ തോന്നുക. ഒരുപാട് സന്തോഷം. കാരണം ഇത് നമ്മൾ അഷ്ടദിക്പാലകരിൽ ഒരാളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംസാരിച്ചിരിക്കുന്നത്, ഇന്ദ്രനെ കുറിച്ച്. ഈ ഇന്ദ്രന്റെ പ്രതിഷ്ഠണമാണ് ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രങ്ങളിൽ ആവശ്യം. ഇന്ദ്രിയ ഗുണമുള്ളവര് ഇന്ദ്രഗുണമുള്ളവരാവണം എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പൊ ആ ഇന്ദ്രഗുണമാണ് ജീവന്റെ പ്രതിഷ്ഠണം. ജീവന്റെ സഞ്ചാരമാണ് ചാതുർവർണ്ണയത്തിന് കാരണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ചാതുർവർണ്ണയം തൊഴിലിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മളുടെ വേദശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യത്തിലാണ് അത് വരുന്നത്. അത് നമ്മള് ഈ ഇന്ദ്രഗുണമാണ് ആ പ്രതിഷ്ഠണത്തിന് കാരണം. ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നത് ഇന്ദ്രഗുണമാണ്. ആ ഇന്ദ്രന്റെ ഗുണത്തെ സമ്മാനിക്കുന്ന, ഇന്ദ്രന്റെ സഹോദര ഭാവത്തിൽ നിൽക്കുന്നത് മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ ഹരിതലോകമാണ്. ഇന്ദ്രന്റെ സേനാനി സുബ്രഹ്മണ്യനാണ്. ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ലാണ്. ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ മഴമേഘമാണ്. ആ ഇന്ദ്രന്റെ ആകാശഗംഗയാണ്. ആകാശഗംഗയിൽ നിന്ന് ജനിക്കുന്ന, ഇന്ദ്രിയങ്ങളാകാൻ ജനിക്കുന്ന, ഇന്ദ്രിയങ്ങളുള്ള ലോകത്തെ സൃഷ്ടിക്കുന്ന ജീവന്റെ മായയായിരിക്കുന്ന ജലത്തെയാണ് ഇന്ദ്രാണി എന്ന് പറയുന്നത്. ആ ഇന്ദ്രാണി ഇന്ദ്രനാൽ ഇന്ദ്രിയങ്ങളുള്ള ജീവലോകമായി മാറുന്നു. ഇന്ദ്രജാലം തീർക്കുന്നു, ജീവജാലം തീർക്കുന്നു, ജലേന്ദ്രജാലം തീർക്കുന്നു, അത് തീർക്കുന്ന സ്ഥലത്തിന്റെ പേര് അമരാവതി. അതെ, അതിന്റെ പീഠത്തിന്റെ പേര് അമരാവതി. ആ പീഠത്തിന്റെ പേരാണ് അമരാവതി. അത് കിഴക്ക് ദിക്കിന്റെ പീഠമാണ്. കിഴക്ക് ദിക്കിന്റെ അധിപനാണ്. ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. അപ്പൊ അത്രയും വലിയ നരേന്ദ്രനെ വരെ സൃഷ്ടിക്കാൻ കഴിവുള്ള
ആ ആത്മവൈഭവത്തെയേക്കുന്ന ആ സത്വഗുണമുള്ള വായുവിന്റെ പീഠമാണ് അമരാവതിയിൽ ഇരിക്കുന്ന ആ ഇന്ദ്രപീഠം. ഇത്രയും വലിയ കണ്ടെത്തലുകൾ, അത് നമ്മളിപ്പോ ഒരു പീഠത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ക്ഷേത്ര സങ്കല്പത്തിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ, സുബ്രഹ്മണ്യനാണ് സേനാനി എന്ന് പറഞ്ഞു. ഇന്ദ്രസേനാനി, ഇന്ദ്രനെ പ്രദക്ഷിണം ചെയ്യിപ്പിക്കുന്നത്. ഇന്ദ്രഗുണമുള്ളവരുടെ പ്രദക്ഷിണമാണ് ക്ഷേത്രത്തിൽ നടക്കേണ്ടതെന്നും പറഞ്ഞു. ഇന്ദ്രിയ ഗുണങ്ങളാണ് നമ്മളെ നയിക്കേണ്ടതെന്നും പറഞ്ഞു. ആ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുന്ന മനസ്സ് വൈഷ്ണവ ശക്തിയുടേതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഗർഭഗ്രഹങ്ങളിൽ പ്രതിഷ്ഠിതമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഋതുക്കളാകുന്നു. ആ ഋതുക്കളെ ജനിപ്പിക്കുന്ന ഷൺമുഖഭാവം സുബ്രഹ്മണ്യന്റേതാവുന്നു. അത് സുബ്രഹ്മണ്യനേക്കുന്ന മൗണ്ടുകൾക്ക് ഋതുക്കളെ ഗർഭത്തിൽ ധരിക്കുവാനുള്ള ആ വൈഭവത്തെ ഏകുന്ന ആകാശശക്തി എന്ന് പറയുന്നത് കൃത്തികൾ എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടങ്ങളാകുന്നു. അപ്പോ വ്യോമ ശക്തിയുടെ ആ വൈഭവം, ആ ചൈതന്യവും ശക്തിയും മൗണ്ടുകൾ എങ്ങനെയാണ് കുമാരന്മാരായി മാറുന്നതെന്നും ഭാര്യയെ കുമാരിയാക്കുന്നത് എങ്ങനെയാണെന്നും അതിലൂടെ എങ്ങനെയാണ് ഗർഭഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതെന്നും ആ ഗർഭഗ്രഹങ്ങളെ എങ്ങനെയാണ് ഋതുസംക്രമ പൂജകളിലൂടെ 6 ഋതുക്കളെ ചരിപ്പിക്കുന്ന രീതിയിൽ ഈ ലോകത്തെ ജനനം മുതൽ മരണം വരെയുള്ള ആ ഷഡ്ഭാവങ്ങളിലൂടെ ജീവലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുമെല്ലാമുള്ള ശാസ്ത്രമാണ് നമ്മുടെ വേദം നമ്മളിലേക്ക് നിറയ്ക്കുന്നത്, പകരുന്നത്, പകർത്തുന്നത്, ഒരിക്കലും മായ്ക്കാതെ കരുതി വെച്ചിരിക്കുന്നത്. അതിപ്പോ അങ്ങ് പറഞ്ഞ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലാണെങ്കിൽ പോലും അതല്ല, വീടിന്റെ നിർമ്മാണം, ഒരു ഗ്രഹത്തിന്റെ നിർമ്മാണം വരുമ്പോൾ ഈ അഷ്ടദിക്പാലകരെ മുഴുവൻ സ്ഥാപിച്ചുറപ്പിച്ചാണല്ലോ നീങ്ങുന്നത്. ഇവിടെ 8 ദിക്കിലും അഷ്ടദിക്പാലകരെ വെച്ചിട്ടാണ് ആ ക്ഷേത്രം ഗർഭഗ്രഹം നിലനിൽക്കുകയുള്ളൂ. എന്നാലാണ് ജീവൻ ജനിക്കുകയുള്ളൂ. ജീവൻ ജനിപ്പിക്കുന്ന ഒരാളെ കുറിച്ച് മാത്രം സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത്. ഇന്ദ്രപദം എന്ന് പറയുന്നത് സ്വർഗമാകുന്നു. ആ സ്വർഗീയത നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലാക്കുന്നു. ആ മനസ്സ് സത്വഗുണമുള്ള വായുവിന്റെ ഗുണമാകുന്നു. അത് നമുക്ക് ഏകുന്നത് വൈഷ്ണവ ലോകമാകുന്നു, വൃക്ഷലോകമാകുന്നു, സഹിതലോകമാകുന്നു. എത്ര രസമുള്ള സയൻസ് ആണ്, സുന്ദരമായിട്ടുള്ള വേദമാണ് നമ്മൾ ഈ ആക്ഷേപിക്കുന്നത്, അവഹേളിക്കുന്നത്, പുച്ഛിക്കുന്നത്, നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്നത്, കത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, വെള്ളത്തിൽ കൊണ്ടൊഴുക്കാൻ ആഗ്രഹിക്കുന്നത്, അറബിക്കടലിൽ താത്രം എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ എവിടെയോ വായിച്ചപ്പോഴേ ഈ നളന്ദ സർവകലാശാല ഉണ്ടായിരുന്നു, മാസക്കണക്ക് 6 മാസമോ മറ്റോ ആണ് നളന്ദ സർവകലാശാലയിലെ ഗ്രന്ഥശാലകൾക്ക് തീയിട്ട സമയം എന്നാ പറയുന്നത്. 6 മാസം തീ കെടാതെ കത്തി എന്നാ പറയുന്നത്. എന്നിട്ടും ലക്ഷോപലക്ഷം പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. 6 മാസം കത്തിച്ചിട്ടും തീരാത്തത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഭാരതത്തിന്റെ ഗ്രന്ഥ വൈഭവം എവിടെയായിരുന്നു? അങ്ങനോട് പറഞ്ഞിട്ടുണ്ട്, ഹിമാലയ പർവ്വതത്തെക്കാൾ വലുതായിരിക്കും നമ്മുടെ ഗ്രന്ഥശേഖരം. തീർച്ചയായിട്ടും ഈ സപ്തഭൂഖണ്ഡങ്ങളിലെയും മനുഷ്യന്റെ അറിവുകളെ അക്ഷരങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സർവകലാശാല തന്നെയാണ്, വേദ വിദ്യാലയം തന്നെയാണ് ഭാരതം. മുഴുവൻ അറിവുകളെയും ഈ ഭൂമണ്ഡലത്തിലെ മാനവരാശിയുടെ മനനവേഗത്തിന്റെ അളവുകോൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഭാരതത്തിലാണ്. അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള അറിവുകളാണ് ഭാരതം. ഈ ഭാരതത്തിൻ്റെതായിട്ട് മാത്രമല്ല, ലോകത്തിന്റെ മാതാവാണ്, അറിവിന്റെ മാതാവാണ് ഭാരതം. മതത്തിന്റെ മാതാവല്ല. മാതാവ് എല്ലാവരും ഒരുപോലെയാണല്ലോ കാണുന്നത്. അതെ, മതത്തിന്റെ മാതാവല്ല, വേദത്തിന്റെ മാതാവാണ്, അറിവിന്റെ മാതാവാണ് ഭാരതം. ലോകത്തിന്റെ മുഴുവൻ ജനത്തിന്റെയും മാതാവാണ്, മാതൃസ്ഥാനത്താണ് ഭാരതം. ഭാരതാംബ എന്ന് പറയുന്നത്. നോർത്ത് പോളില് ആകാശത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രദ്ധാവതി എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലാണ്, ഭൂമിയുടെ അടിയില്. ആ ആകാശത്തിന്റെ സങ്കല്പ പീഠത്തിലാണ് ഭൂമി ചരിക്കുന്നത് ആകാശത്തിലൂടെ. അത് കഴിഞ്ഞാൽ ഭൂമിയിൽ ആകാശത്തിന്റെ സാമീപ്യമുള്ള ആകാശത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടം ഭാരതത്തിലാണ്. ആ നിരുതിയുടെ പീഠമാണ്. ആ നിരുതിയുടെ പീഠം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പീഠമാണ്, ലോകം ഞെട്ടുന്ന പീഠമാണത്. ആ പീഠത്തിലേക്ക് നമുക്ക് വരാം. ഇന്ദ്രപീഠം വരെ എത്തിയിട്ടുള്ളൂ. നിരുതിയുടെ പീഠത്തിലേക്ക് എത്തുമ്പോഴാണ് അതിലേക്ക് വരുന്നത്. നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ രസകരമായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, ശാസ്ത്ര കൗതുകം നിറഞ്ഞു നിൽക്കുന്ന അറിവിനെ, നമ്മളുടെ അറിവിനെ മായിക ലോകത്തേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്ര വൈഭവത്തിലേക്കാണ് ഈ പ്രണവവേദ വെളിച്ചം വീശുന്നത്. അപ്പോൾ അത് കേൾക്കുകയും അതിനെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുകയും മുൻധാരണകളെ ഒരു സൈഡിലേക്ക്
മറക്കണമെന്നല്ല ഞാൻ പറയുന്നത്. സൈഡിലേക്ക് മാറ്റി വെക്കുക, എന്നിട്ട് ഇതിനെ കേൾക്കുക. വീണ്ടും നമ്മളുടെ ധാരണകളെ ഒന്നും കൂടി ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അറിയുമ്പോൾ മാറ്റം വരും. അതെ, മനസ്സിലാകണം. ആദ്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. മനസ്സിലായി വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. അഥവാ ഉൾക്കൊണ്ടാൽ തന്നെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ നിരവധി കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ ഈ മനോനിലയിൽ നിന്നും, ഇപ്പോൾ ഉള്ള അന്ധവിശ്വാസത്തിന്റെ മനോനിലയിൽ നിന്നും ശാസ്ത്ര വിശ്വാസത്തിലേക്കുള്ള മനോനിലയിലേക്ക് മനുഷ്യ മനസ്സിനെ മാറ്റണമെങ്കിൽ ഭയങ്കരമായ, ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഓരോ മനസ്സുകളിലും. അതെ, അതിന് ഉപോത്ബലകമാകുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ആ വസ്തുനിഷ്ഠാപരമായിട്ട് ശാസ്ത്രീയമായിട്ടാണ് പ്രണവവേദിയിലൂടെ അങ്ങ് ഇപ്പോൾ ഈ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ മുഴുവൻ ഗുരുക്കന്മാരുടെയും, മുഴുവൻ പൂർവികരുടെയും, മുഴുവൻ ദൈവവിശ്വാസികളുടെയും, നല്ല നാസ്തികവാദികളുടെയും പാദത്തിൽ തൊട്ടുകൊണ്ട് പറയാം, ഇതെന്റെ ശാസ്ത്രമല്ല, ഇത് ഭാരതത്തിന്റെ വേദശാസ്ത്രമാണ്. ഞാൻ വേദത്തെയാണ് ഡീകോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ശ്രീരാമ സിദ്ധാന്തത്തെയാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും ഉറങ്ങാൻ പോലും പറ്റാത്ത അത്രയും വേദരഹസ്യമാണ് നമ്മളുടെ വേദങ്ങളിൽ നിന്നും ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അഷ്ടദിക്പാലകര്. ഈ 8 പീഠവും അതിനെ കഴിഞ്ഞ് ഹൃദയപീഠം എന്ന് പറയുന്ന ഇളാവൃത്തത്തിലുള്ള പീഠവും എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താണ് ഭാരതം എന്ന് പഠിക്കും. ഭാരതം എന്താണെന്നും ഭാരതത്തിന്റെ അഷ്ടദിക്കിനെയും എങ്ങനെയാണ് അഷ്ടബന്ധത്താൽ ബന്ധിച്ചുറപ്പിച്ചിരിക്കുന്നതും അത് എന്തുകൊണ്ടാണ് ഈ പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നതെന്നും അത് ആരുടെ ബുദ്ധിഗുണങ്ങളാണെന്നും കടലിനെ കടക്കാത്തതാക്കുന്നത് കടലിലേക്ക് കടക്കാത്തതല്ല, കടൽ കടക്കാത്തതാക്കുന്ന രീതിയിൽ അഷ്ടദിക്കിനെ ബന്ധിച്ചുറപ്പിച്ച് സപ്തഭൂഖണ്ഡങ്ങളെയും സമുദ്രോപരിതലത്തിൽ ഉയർത്തി നിർത്തി വൈഷ്ണവ ശക്തിയുടെ പാലാഴിയെ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിൽ അഖണ്ഡമായി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭാരതം ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്ര രസതന്ത്രം ലോകം അറിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ മതചിന്തകളെ മാറ്റിവെക്കുക, ജാതി ചിന്തകളെ, ജീർണിച്ച ജാതി വ്യവസ്ഥയെ മാറ്റിവെക്കുക, വർണ്ണവെറികളെ മാറ്റിവെക്കുക, നാസ്തികവാദത്തെ ഒരു സൈഡിലേക്ക് മാറ്റുക. നാസ്തികവാദത്തെ ഒരിക്കലും പുച്ഛിച്ചുകൊണ്ടല്ല പറയുന്നത്. നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് യുക്തിയുടെ പദത്തിലല്ല, യുക്തമായി ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള ശേഷിയാണ് മനുഷ്യനുണ്ടാവേണ്ടത്. പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഒരെണ്ണത്തിനെ തിരഞ്ഞെടുക്കാൻ, യുക്തമായി ഇതിനെ തിരഞ്ഞെടുക്കുവാനുള്ള ബുദ്ധിയാണ് മനുഷ്യനുണ്ടാവേണ്ടത്. അല്ലാതെ യുക്തിയിൽ തന്നെ കടിച്ചു തൂങ്ങേണ്ട ദുർബലമായിട്ടുള്ള അവസ്ഥയിലല്ല മനുഷ്യൻ ഇന്നും ജീവിക്കേണ്ടത്. യുക്തിവാദികളും തിരിച്ചറിയണം, ഈ ത്രേത സിദ്ധാന്തം യുക്തിവാദത്തിനും ഇടമില്ലാത്തതാണ്, മതചിന്തകൾക്കോ ജാതി ചിന്തകൾക്കോ ഇടമില്ലാത്തതാണ്. അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ശാസ്ത്ര രഹസ്യമാണ് പ്രണവവേദത്തിലൂടെ പുറത്തേക്ക് വിടുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്, ആരെയും ദുഃഖിപ്പിക്കുന്നതല്ല, ആർക്കും ഒരു കുറവും വരുത്തുന്നതല്ല എന്നുകൂടി പറയുന്നു. വലിയ സന്തോഷം തോന്നുന്നു. ത്രേത സിദ്ധാന്തത്തിലൂടെ ശ്രീകൃഷ്ണ ഭഗവാനാണല്ലോ ഭാരതത്തെ അഷ്ടദിക് പീഠങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ഭാരതത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ഭാരതം അറിവിന്റെ ലോകമാതാവാണെന്ന് പറയുമ്പോൾ ആ അറിവിന്റെ മാതാവിന് മുഴുവൻ പ്രദേശങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഒരേപോലെ മക്കളായി കാണാനുള്ള ആ ശേഷിയുള്ള, അതുകൊണ്ടാണല്ലോ ഭാരത മാതാവ് ഭാരതാംബ എന്ന് പറയുന്നത്. പ്രണവവേദിയിലൂടെ കിട്ടുന്ന ഈ അറിവ് ആഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക്, ആഗ്രഹിക്കാൻ താല്പര്യമുള്ളവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് വലിയ സത്യത്തെയാണ് അങ്ങ് പ്രണവവേദിയിലൂടെ തുറന്നു തരുന്നത്. എല്ലാവർക്കും നല്ല ഉന്മേഷം ഉണ്ടാകട്ടെ, എല്ലാവർക്കും മംഗളത്തെ കൊടുക്കട്ടെ പ്രണവവേദിയിലൂടെ. എല്ലാവരും അത് ഗ്രഹിക്കട്ടെ, മനസ്സിലാക്കട്ടെ, ഉൾക്കൊള്ളട്ടെ. അത് ഏറ്റവും സന്തോഷമാർന്ന സന്ദർഭത്തിൽ ആവട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് സന്തോഷം. നമ്മള് ഇന്നും ഈന്തലിൽ തന്നെ നിൽക്കുകയാണ്. അഷ്ടദിക്പാലകരിലെ 2ാം സ്ഥാനക്കാരൻ, എന്നാൽ ജീവലോകത്തിന്റെ 1ാം സ്ഥാനക്കാരൻ. 1 പറയുന്ന സംഖ്യക്ക്, എന്ന് പറയുന്ന അക്ഷരത്തിന് 1ാമത്തെ മാസത്തിന് കാരണമായിരിക്കുന്ന, വർഷത്തിന് കാരണമായിരിക്കുന്ന ആ വൈഭവത്തെ കുറിച്ച്, ജീവന്റെ ശക്തിയുടെ വൈഭവത്തെ കുറിച്ച്, ജനന കാരണ ശക്തിയായിരിക്കുന്ന ബ്രഹ്മ വൈഭവത്തിന്റെ വൈഭവം നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിക്കുക. അഷ്ടദിക്പാലകരെയെല്ലാം, സർവ്വദേവസങ്കല്പങ്ങളെയും നേരിട്ട് കാണുവാൻ പ്രണവവേദയിലൂടെ പറ്റും. അതല്ല ഇതല്ല അത്തരമല്ല ഇത്തരമല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നല്ല, ഇതാണ് എന്ന് പറയുവാനായിട്ട് പ്രണവവേദയ്ക്ക് കഴിയും. ഏത് ദേവസങ്കല്പങ്ങളെയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം. അതെ, ദേവസങ്കല്പങ്ങളെ മാത്രമല്ല,
ശിവനെയോ പാർവതിയോ സുബ്രഹ്മണ്യോ ഗണപതിയോ ചണ്ഡിയോ ചാമുണ്ടിയോ ഭദ്രകാളിയോ ഭൈരവിയോ വിഷ്ണുവെയോ ലക്ഷ്മിയെയോ ബ്രഹ്മാവിനെയോ സരസ്വതിയെയോ മാത്രമല്ല യക്ഷൻ യക്ഷി ഗന്ധർവൻ പിശാച് ചെകുത്താൻ ഡ്രാക്കുള എന്ത് വേണം അതിനെയെല്ലാം നേരിട്ട് കാണുവാൻ നമുക്ക് കഴിയും. സമയം എന്താണ്? ഏതൊന്നിനെ അറിയുമ്പോഴാണോ ബാക്കി സർവ്വതും നമുക്കറിയാൻ കഴിയുന്നത്, ആ ഒന്ന് സമയമാണ്. എങ്ങനെയാണ് സമയം ജനിക്കുന്നത്, എങ്ങനെയാണ് സമയം മരിക്കുന്നത് എന്നറിയുവാനായിട്ട് തീർച്ചയായിട്ടും ജീവൻ എങ്ങനെയാണ് ജനിക്കുന്നത്, ജീവൻ എങ്ങനെയാണ് മരിക്കുന്നത്, ബ്രഹ്മാവിന് എന്താണ് 4 തല, വിഷ്ണുവിന് എന്താണ് 4 കൈ, ശിവൻ എങ്ങനെയാണ് പഞ്ചമുഖനാകുന്നത്, പഞ്ചബന്ധുവാകുന്നത്, പഞ്ചബാഹുവാകുന്നത്, എല്ലാം അറിയണമെങ്കിൽ പ്രണവവേദം നേരിട്ട് കാണിച്ചു തരും. ഏത് ദേവസങ്കല്പങ്ങളെയും ഞാനല്ല, പ്രണവവേദത്തിൽ ശ്രീരാമ സിദ്ധാന്തത്തിൽ ത്രേത സിദ്ധാന്തത്തിലൂടെ ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തത്തിലൂടെ 3ആയി പിരിഞ്ഞ ആ പൊരുളിനെ ഒന്നായി ചേർത്ത് വെക്കുന്ന ആ പരമ പ്രധാനമായിരിക്കുന്ന പഞ്ചമ വേദത്തിലൂടെ ജനങ്ങളുടെ അന്ധവിശ്വാസത്തിന് അറുതി വരുത്തുവാനായിട്ട് നമ്മളുടെ ഈ പ്രണവ വേദത്തിന് ശക്തിയുണ്ട്. ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും അറിവുകളെ ചേർത്ത് വെച്ച് ഒന്നാകുന്ന, അറിവ് കൊണ്ടൊന്നാകുന്ന ഒരു ലോകക്രമം, അതിലേക്ക് നമുക്ക് എത്രയും വേഗം നടന്നെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്നോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോഹനൻ പന്നിക്കൽജി, ഒരുപാട് സന്തോഷം ഇത് അങ്ങയോട് സംസാരിക്കാൻ പറ്റുന്നത്. വളരെ നന്ദി സന്തോഷ്, വളരെ നന്ദി. നമസ്തേ. നമസ്തേ.